പല നഗരസഭകളും സർ വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചുകൊണ്ട് പോർട്ടൽ ABC സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നായകൾ ABC ചെയ്യുന്നത്. അപ്പം അത്തരം ആളുകൾക്ക് അവരുടെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള പകരം സംവിധാനം എന്താണ് ഉള്ളത് എന്ന് വടകര നഗരസഭ കൗൺസിൽ യോഗം ചേർന്നു. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. വടകര പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ ഫുട് ഓവർ ബ്രിഡ്ജ് സാധ്യമാക്കുന്നത്, തെരുവു നായ ശല്യം പരിഹരിക്കുന്നതിനായുള്ള ഇടപെടൽ, പെൻഷൻ മസ്റ്ററിംഗ് സൗകര്യം കിടപ്പ് രോഗികൾക്കുൾപ്പെടെ സാധ്യമാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു. പഞ്ചായത്ത് അയ്യൂർ പഞ്ചായത്തിൻ്റെ തലങ്ങൾ കൊണ്ടാകുന്നു. അവിടെ ഈ വാസയോഗ്യമില്ലാത്ത വീടുകൾക്ക് പൊതുവിഭാഗം ആളില്ലാന്ന് പറഞ്ഞു. അത്രയും എത്ര ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കിട്ടിയ കുറയും. ഞമ്മക്കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ആൾക്കാർക്കാണ്. ഒന്ന് SSTക്കും 2 പഞ്ചായത്തിലും. അതിലാന്ന് പറഞ്ഞാൽ ഒരു വാർഡിന് 3-4 ആളുണ്ടാവും. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള ആളുടെ കുറവാണ്. അപ്പൊ അതിലൊരു മാനദണ്ഡം കൂടി പറഞ്ഞായിരുന്നു. രണ്ടാമതായിട്ട് നമ്മളിതിന്റെ റിംഗംബസിന്റെ ഒരു കഴിഞ്ഞ വർഷം കൊടുത്ത ആൾക്കാരുണ്ടാണ് ബാക്കി കിടക്കുകയാണ്. ഇപ്രാവശ്യം അപേക്ഷമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതുകൂടി ഒരു കാര്യം ചെയ്യണം. പിന്നെ ഞാൻ സെക്രട്ടറിയോടും സാറും സംസാരിച്ചു പറഞ്ഞായിരുന്നു, നമ്മളൊരു സാറിന്റെ പേര് പറഞ്ഞില്ല, അതിൽ എന്തെങ്കിലും നടപടി നമ്മൾ ചെയ്യണം. കാരണം അവിടെ പേരോട് പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫ് ജോലി വരാതെ മാസങ്ങളായി. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, തക്കതായ നടപടികൾ കുറെ മാസങ്ങളായി. ചോദ്യ സമയത്ത് നമ്മുടെ പറഞ്ഞ കൗൺസിലർ നമ്മളും പറയുന്നത് വിട്ടാ വരുന്നു. അദ്ദേഹത്തെ കാരണം കൗൺസിലർ അടിച്ചിരുന്നു, ചെയർമാൻ അടിച്ചിരുന്നു, സെക്രട്ടറി അടിച്ചു പറയുന്നു. നമുക്ക് ആ അവിടെ സെക്ഷൻ ഞങ്ങളെ പോകാൻ പറ്റുന്നില്ല. അവിടെ പാത്രങ്ങളായിക്കോട്ടെ, വെള്ളമെടുക്കുന്ന പാത്രമെല്ലാം തീരെ വൃത്തിയില്ലാത്ത രീതിയിലാണ് കാണുന്നത്. മാത്രമല്ല അവിടെ അയ്യൊരു തട്ടുകട ഉള്ളത് കൊണ്ട് തന്നെ റോഡ് സൈഡിലാണുള്ളത്. അപ്പോൾ ഹൈവേ അത്രയും സ്പീഡിലാണ് ഇപ്പോൾ വാഹനം പോകുന്നത്. റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇന്ന് രാവിലെ ഈ സജീറിൻ്റെ വാർഡിലുള്ള ഒരു അമ്മയും മോളും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്തോ ഒരു തലനാരികൾക്ക് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു നടപടി, തട്ടുകട ഒന്നെങ്കിൽ അവിടെ നിന്ന് എടുത്ത് മാറ്റിയാൽ. ഹെൽത്ത് വിഭാഗത്തിൽ ഞാൻ പല പ്രാവശ്യം ശ്രദ്ധപ്പെടുത്തിയതാണ്, കഴിഞ്ഞ കൗൺസിലിനും ചെയർമാനെ ശ്രദ്ധപ്പെടുത്തിയതാണ്. അപ്പം അതിന് ഒരു നടപടി ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. നേരത്തെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഒരു ടൈമർ സ്വിച്ച് വെച്ചിട്ടുണ്ട്. പല വാർഡിലും അത് വൈകുന്നേരം 6 മണിക്ക് ഓണാവുകയും രാവിലെ 6 മണിക്ക് ഓഫ് ആവുകയും ചെയ്തു. ഇപ്പം പലരുടെ സ്ഥിതി ഇത് BC ട്രാൻസ്ഫോമറിനുള്ളിലായതുകൊണ്ട് സാധാരണ തലത്തിലേക്ക് ഇത് ഓഫാക്കാൻ മടിയാവും. ഇതിന് സ്വിച്ച് സംവിധാനമില്ല. പലയിടത്തും BC വിടണം. ഈ ട്രാൻസ്ഫോമറിന്റെ ഗേറ്റ് തുറന്ന ഉള്ളിൽ പോയി വരണം. ഒരു മഴക്കാലമാകുമ്പോൾ ആളുകളായിട്ടുള്ള കടക്കാൻ പഠിച്ചുകൊണ്ട് ഈ ലൈറ്റ് 2-3 ദിവസം നമ്മൾ തുടർച്ചയായി കത്തിക്കൊണ്ടിരിക്കും. നമുക്ക് പെട്ടെന്ന് അതിന്റെ വർക്ക് തീർക്കണം. പിന്നെ ജില്ലാ കൗൺസിൽ പറഞ്ഞ പോലെ നമ്മൾ 400 ഫോമനാണ് ഒരു വാർഡസഭ കൊണ്ടുവന്നത്. തിരിച്ചു കിട്ടാൻ 30, 40, 50 പ്രധാനപ്പെട്ട കാരണം പൊതു വിഭാഗത്തിന് വേണ്ടാത്ത രീതിയിലുള്ള പരിഗണന. ചെയർമാൻ ഇപ്പോൾ തിരുവനാഴ്ചയിൽ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ മാസം നമ്മുടെ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഒത്തിരി ആളുകൾ നായ കടിച്ച പ്രശ്നം. എൻ്റെ ഭാഗത്ത് തന്നെ 3 പേരാണ് കഴിച്ചത്. ഒരാളെ വീട്ടിൻ്റെ അകത്ത് വെച്ചു, ഒരാളെ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചു. പിറ്റേ ദിവസം അയാളുടെ ജ്യേഷ്ഠൻ്റെ മകനെ ക്ഷീണാനൂർ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ വെച്ചാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അന്വേഷിച്ചപ്പോൾ പല നഗരസഭകളും സർ വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചുകൊണ്ട് പോർട്ടൽ ABC സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നായകൾ ABC ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വളരെ വെറ്ററിനറി ഹോസ്പിറ്റലിലേക്ക് ബന്ധപ്പെട്ടപ്പോൾ നമ്മുടെ നഗരസഭയിൽ നിന്ന് അങ്ങനെ ഒരു അപേക്ഷ കിട്ടുവാണെങ്കിൽ അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ അവിടെ കൗൺസിലറുടെ നമ്പർ കൊടുത്താൽ അവരത് ABC സെന്ററിലേക്ക് ഫോർവേഡ് ചെയ്യും. ABC സെന്റർ നമ്മളെടുത്ത് വിളിച്ചിട്ട് ആ പോർട്ടൽ ABC സംവിധാനം ഉപയോഗിച്ച് പട്ടിക കൊണ്ടുപോയിട്ട് ABC ചെയ്തതിന് കൊണ്ടുപോയി. അപ്പോൾ ആ സംവിധാനം വളരെ നഗരസഭയിൽ കൂടി നമ്മൾ ആലോചിക്കണം. നമ്മൾ വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചാൽ അവർ ചെയ്യുന്ന പോലെ. അതുപോലെ സാർ ഇപ്പോൾ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ഹൈവേയുടെ അടക്കാത്ത ജംഗ്ഷനിൽ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും 2-3 കെട്ടിടങ്ങൾ ഇങ്ങനെ അപകടാവസ്ഥയിലാണ്. നേരത്തെ ഞാൻ മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് നോട്ടീസൊക്കെ ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഒരു കെട്ടിടം അവർ കോടതിയിൽ കേസ് നിലനിൽക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി. പക്ഷേ ഏത് സമയം അത് ഇടിഞ്ഞു വീഴാനായിരുന്നു. കാരണം ഒറ്റ കല്ലാണ് അത് നിൽക്കുന്നത്, അസ്ഥികരണം. അപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമി 19 വീണ്ടും അതുപോലെ ലോക്കൽ ചാനലുകളൊക്കെ അത് വീണ്ടും പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും ഒരിക്കൽ കൂടി അത് നഗരസഭാ കാര്യത്തിൽ ഇടപെട്ടിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് നോട്ടീസൊക്കെ നൽകണം. അതുപോലെ തന്നെ വടകര താലൂക്കിലെ ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് താലൂക്ക് ആയുർവേദ ആശുപത്രി. ആ ആയുർവേദ ആശുപത്രിക്ക് മറ്റേ കുഴികേണ്ട ഒരു ഫണ്ടിങ് ഇപ്പോൾ കാരണം അവിടെ സാധാരണ നിൽക്കുന്ന അഡ്മിഷൻ കിട്ടാൻ വേണ്ടി 6 മാസമൊക്കെ വെയിറ്റ് ചെയ്യുന്നതാണ്. പാവപ്പെട്ട രോഗിയുടെ ഏകാശ്രയമാണ്. അപ്പോൾ അത് ഇപ്പോഴും അവിടെ പേഷ്യൻസിനൊക്കെ അവിടെ അത്യാവശ്യം പേഷ്യൻസേ ഉള്ളൂ.
കാരണം 20 സ്ത്രീകൾക്കും 20 പുരുഷന്മാർക്കും അതുപോലെ തന്നെ അവിടെയാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവരെ പോലും സീരിയസ് രോഗികൾ മാത്രം നിർത്തി ബാക്കിയാക്കില്ല. അവരുടെ അടിയന്തരമായിട്ട് അവിടുത്തെ ആ ഡ്രെയിനേജ് സംവിധാനം അതുപോലെ തന്നെ അഴുക്ക് വെള്ളം പോകാനുള്ള കുഴിയൊക്കെ. അപ്പോൾ അത് അടിയന്തരമായി ചെയ്യണം. ഇവിടെ ബജറ്റിലൊക്കെ കാണുന്നുണ്ട്, എന്നാലും അത് കുറച്ചുകൂടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യണം. എത്രയും പെട്ടെന്ന് ചെയ്തുകൊണ്ട് നമ്മുടെ സാധാരണ നടപടികളൊന്നും മനസ്സിലൊന്നും ചെയ്യുന്നുണ്ട്. അവിടെ തൊട്ടടുത്തുള്ള 1-2 വാർഡിലെ ഉപയോഗമുണ്ട്. അടുത്തുള്ള 2 വാർഡിലെ ചുറ്റുപാടുണ്ട്. അപ്പോൾ ആ വാർഡിലെ കൗൺസിലർമാരെ ശ്രദ്ധപ്പെടുത്തുന്നുണ്ടാണ് അവിടെ അത് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ കുറച്ച് ആളുകളാണ് അവിടെ വരുന്നത്. നമ്മൾ വലിയ രീതിയിൽ കൊണ്ടുവരുന്ന സ്ഥാപനമാണത്. വളരെ ചുരുക്കം ആളുകളാണ് ഇപ്പോൾ അവിടെ വരുന്നത്. അപ്പോൾ അത് തൊട്ടടുത്തുള്ള കൗൺസിലർമാർ വൈകുന്നേരം ഈ വയോജനങ്ങൾ അവിടെ സംവിധാനം ചെയ്യുന്നുണ്ട്. മസ്റ്ററിങ് തുടങ്ങിയ കാര്യം അറിയാം. സെപ്റ്റംബർ 30 വരെ ഡേറ്റ് ഉണ്ട്. കിടപ്പ് രോഗികളായ ഒരു വാർഡിൽ 4-5 പേര് കിടപ്പ് രോഗികളായവരുണ്ട്. അവർക്ക് അക്ഷയയിൽ പോയി ചെയ്യാനുള്ള ബുദ്ധിമുട്ടില്ല. അവർ ഓരോരുത്തരും വിളിച്ചിങ്ങനെ പറയുന്നുണ്ട് വീട്ടിൽ വന്ന് ചെയ്യാൻ വേണ്ട ഒരു സൗകര്യം ചെയ്ത് കൊടുക്കണം. വേറൊരു കാര്യം ഞാൻ ബയോബില്ലിൻ്റെ കാര്യം തന്നെയാണ്. HSD ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ജൂലൈ ആകുമ്പോഴത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ സ്ഥിതി എന്ന് ഒന്നും കൂടെ അറിഞ്ഞാൽ കൊള്ളാം. ഭാരതസഭ നടത്താനിരിക്കെ നല്ല സമീപനായി ആൾക്കാരുടെ ഭാഗത്തുണ്ടാകും. ബയോബില്ലിൻ്റെ കാര്യം വളരെ കർശനമായി വാർഡുകളിലൊക്കെ പോയിട്ട് പരിശോധന നടത്തുകയും അതുപോലെ തന്നെ ഡ്രെയിനിൻ്റെ കാര്യത്തൊക്കെ ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം പോയിട്ട് വളരെ നല്ല രീതിയിൽ ബോധം നടത്തിയിട്ടുണ്ട്. അതേ സമയത്ത് വടകര ടൗണുമായിട്ട് ബന്ധപ്പെട്ട് വടകര നഗരത്തിലെ മിക്ക കടകളിൽ നിന്നും നമ്മൾ സർക്കാർ നിരോധിച്ച പ്ലാസ്റ്റിക് സഞ്ചികൾ വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല സ്ഥാപനങ്ങളിലും രാത്രി കാലങ്ങളിൽ അവരുടെ വേസ്റ്റ് കത്തിച്ചുകൊണ്ട് പരിസരവാസികൾക്ക് രാവിലെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മണാണ് വരുന്നത്. മറ്റ് വാർഡുകളിലൊക്കെ നമ്മൾ വൃത്തിയായി ചെയ്യുന്നുണ്ടെങ്കിലും നഗരത്തിൽ നമ്മൾ അക്കാര്യത്തിൽ വളരെ അടിയന്തരമായ ശ്രദ്ധ പതിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. കുറച്ചുള്ളത് കാരണം നമ്മളിപ്പോൾ വാർഡുകളിൽ ഒരു ബുഷ് കട്ടറിന് ആളെ വിടുമ്പോൾ ഒരു ബുഷ് കട്ടറും 2 ആളുകളാണ് വരുന്നത്. ഒരാൾ ശരിക്കും ഒരു നോക്കുകുത്തി പോലെ ഒരു നോക്കുകൂലി വാങ്ങുന്നതായിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. അവർ 2 ആളെ ജോലി ആവശ്യമില്ല. ശരിക്കും ഒരു ബുഷ് കട്ടറാകുമ്പോൾ ഒറ്റൊരാൾ മാത്രമേ ഉള്ളൂ. കൗൺസിലറിനെ ശരിയായ രീതിയിൽ പറയാം. നോക്കുകുത്തി നോക്കുകുത്തി എന്ന് പറഞ്ഞു പോയതാ. സോറി, അതാ ഞാൻ തിരിച്ചത്. അപ്പോൾ ഒരാളവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഒരു ഇടപെടൽ എന്തായാലും നമ്മുടെ കൗൺസിലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. നമ്മുടെ മാസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ വാർഡുകളിൽ നിന്ന് മാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് മാസ്റ്ററിങ് പൂർത്തീകരിക്കാൻ പറ്റാത്ത ചില ആളുകളുടെ അവർ ഫിംഗറൊന്നും കിട്ടുന്നില്ല എന്നുള്ള പ്രയാസം പറയുന്നത്. അപ്പം അത്തരം ആളുകൾക്ക് അവരുടെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള പകരം സംവിധാനം എന്താണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് ബഹുമാനപ്പെട്ട കൗൺസിലിൽ വിശദീകരിച്ചാൽ നന്നായിരുന്നു. അതുപോലെ തന്നെ നേരത്തെ സിനിമേച്ചി സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. വടകര ബ്രദേഴ്സ് ബസ് സ്റ്റോപ്പ് നാഷണൽ ഹൈവേയുടെ 3 വാർഡിലെ ജനങ്ങൾ 36, 35, 34 വാർഡിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഏക ഗതാഗത മാർഗം കൂടിയാണ് ഈ ബ്രദേഴ്സ് ബസ് സ്റ്റോപ്പ്. നമ്മുടെ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് നിലവിൽ ഇന്ന് ബസ് സ്റ്റോപ്പ് ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത്. തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ NH അതോറിറ്റി ബസ് സ്റ്റോപ്പ് നിർമ്മിച്ച സമയത്ത് ബ്രദേഴ്സിന് മാത്രം 10-40 വർഷത്തിന് മേലെ 50 വർഷത്തോളമായിട്ട് ജനങ്ങൾ ഉപയോഗിച്ച് വരുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഇന്ന് അവിടെ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ ബസ് സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ റോഡ് സൈഡിൽ മറ്റുള്ള വാഹനങ്ങൾ ഹൈവേയിലേക്ക് ഇറക്കിക്കൊണ്ട് നിർത്തുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ അപകടങ്ങൾ ആകെ ക്രോസ് ചെയ്യുന്ന സമയത്താണ് ഈ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ പലപ്പോഴും ജനങ്ങൾ വളരെ ആശങ്കയോട് കൂടിയിട്ടാണ് ജനപ്രതി എന്നുള്ള രീതിയിൽ ഞങ്ങളോട് ഈ പങ്കുവെക്കുന്നത്. ബന്ധപ്പെട്ട RTO ഒക്കെ 4 പ്രദേശത്തിനും കൂടി അനുവദിച്ചിട്ടുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ 4-ാം തീയതിയാണ് ഡോക്ടർ സ്ഥലം മാറിപ്പോയത്. ഇതുവരെയും പകരമായിട്ടൊരു ഡോക്ടറെ നിയമിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ താൽക്കാലികമായി ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഒരു ഡോക്ടറെ അനുവദിക്കുന്നതിന് വേണ്ട ഇടപെടൽ എൻ്റെ വാർഡിൽ ഇപ്പം ചെയ്തിട്ടുള്ളത് ഞാൻ
കിടപ്പ് രോഗികളുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ തൊട്ടടുത്ത അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളെ നേരിട്ട് കൂട്ടി വീട്ടിൽ കൊണ്ടുപോയി ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിക്ക് അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. നിങ്ങൾക്കും ഈ രീതിയിൽ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുപോയി ചെയ്യുവാൻ വേണ്ടി കഴിയുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ആലോചിക്കുക. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുനിസിപ്പാലിറ്റി എന്നുള്ള നിലക്ക് തന്നെ അതിന് സംവിധാനം ഏർപ്പെടുത്താവുന്നത് നമുക്ക് നോക്കാം. ആ പറയൂ. അതെ ആവശ്യപ്പെടും. അവർ തന്നെ സെപ്റ്റംബർ മാസം മുതൽ ഞാൻ ബന്ധപ്പെട്ടു. സെപ്റ്റംബർ മാസം മുതൽ ഈ സമയം ഉണ്ടാവുന്നു. അത് നമുക്ക് അന്നേരം ആവശ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും. പിന്നെ ജോലിക്ക് വരാത്ത ഒരു സ്റ്റാഫിനെ പറ്റി ഗംഗാധര കൗൺസിലർ പറയുന്നത്, ജലാൽ കൗൺസിലർ പറഞ്ഞല്ലേ, ജലാൽക്ക പറഞ്ഞത് അത് ജലാൽക്കൻ്റെ അഭിപ്രായം മാത്രമല്ല, നമ്മളെല്ലാം ശ്രദ്ധയിലുണ്ട്. 2 പ്രാവശ്യം ഞാൻ ആ സ്റ്റാഫിനെ വിളിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. വടകര മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കണം. അതിന് നിങ്ങൾ ഓഫീസിലിരുന്ന് ജോലി ചെയ്യണം. അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയാത്ത സാഹചര്യത്തിൽ ഒന്നുകിൽ നിങ്ങൾ നീണ്ട ലീവ് എടുത്ത് പോവാം, അല്ലെങ്കിൽ ഈ ജോലി തന്നെ ഒഴിവാക്കാം. അവരുടെ ലോഗിനിൽ ഇത്ര ഫയലുണ്ട് എന്നുള്ളത് അവരോട് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഏൽപ്പിച്ചതാണ്. അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരെന്തൊക്കെയോ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് അവർക്കുള്ളത്. നേരത്തെ ജലാൽക്ക പറഞ്ഞതുപോലെ കുറേ കേസുകൾ, ആ കേസിൽ കോടതിയിൽ ഹാജരാണ് പ്രശ്നം, അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനം സുഗമമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ജോലിക്ക് ഹാജരാകണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ജോലിക്ക് ലീവായിട്ടുള്ള വിവരം എൻ്റെ അടുത്തില്ല ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ആവശ്യമായിട്ടുള്ള അറ്റൻഡൻസ്. ഇവർക്ക് ഒരുപാട് ലീവുണ്ടല്ലോ, സാധാരണ ലീവല്ലാണ്ട് കമ്പ്യൂട്ടർ ലീവ്, മറ്റേ ലീവ്, അങ്ങനെ കുറേ ലീവുകളുണ്ടല്ലോ. അതാണ് എടുത്തു പോകുന്നല്ലേ സെക്രട്ടറി അല്ലേ? സെക്രട്ടറി എന്താണ് അതിൻ്റെ മുകളിൽ വിശദീകരണം സെക്രട്ടറി പറഞ്ഞത്? വഴി അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെ സ്പാർക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഓപ്പണറായി എമ്മിയാണ് മുനിസിപ്പാലിറ്റി. അത് കുറിപ്പ് കൊടുത്ത് കാര്യം കേൾക്കുമ്പോൾ അയാൾ നിയമാനുസൃത ലീവ് തന്നിട്ടുണ്ട്. അത് സ്പാർക്ക് വഴി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ലീവ് അങ്ങനെയുള്ള ലീവ് തന്നെയാണ്. നമ്മുടെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ലീവ് എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷനിൽ നിന്ന് കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതാണ്. അതെ, ഒരു ക്ലർക്കിന് ഒരു 5-6 വാർഡിൻ്റെ ചുമതല. ഇത് പിന്നെ നമുക്ക് ഇത് സ്പാർക്ക് പരിശോധിച്ചിട്ട് ലീവ് റിപ്പോർട്ട് ചെയ്യാൻ കരുതി എംഇക്ക് ഉറപ്പ് കൊടുക്കാം. ഓക്കെ, സ്ഥിതിക്ക് അത് ഗൗരവത്തിൽ എന്ത് ചെയ്യാം, അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ പരിശോധന നടത്തണം. മറ്റൊന്ന്, ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കരാറ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സെക്രട്ടറിക്ക് കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അതിൻ്റെ കരാറുകാരുടെ സ്ഥിതി നമ്മൾക്കെല്ലാം ബോധ്യപ്പെട്ടതാണ്. ഇല്ല, അല്ല വാർഡുകളിലും വന്നിട്ട് വീണ്ടും ഒന്നിന്ന് തുടങ്ങി 48 അവസാനിക്കുന്നു, ഒന്നിൽ വീണ്ടും എന്താണ്, ഒന്നിൽ വീണ്ടും തകരാറാണ്. പല സ്ഥലത്തും തകരാറായി ഇങ്ങനെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണത്. നമ്മൾക്ക് വേണ്ടത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ എവിടെയൊക്കെ ബൾബിന് തകരാറ് വരുന്നുണ്ടോ അവിടെയൊക്കെ അതാത് സമയത്ത് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ആളാണ് നമ്മൾക്ക് വേണ്ടത്. ഈ പുതിയ സാഹചര്യത്തിൽ നമ്മൾക്ക് അത്തരം ഒന്ന് ഇതിൻ്റെ കരാറെടുക്കുമ്പോഴത്തെ ടെൻഡറാകുന്നത് നമ്മൾക്ക് ചിലപ്പോൾ ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. പക്ഷേ ആറിയാകുമ്പോൾ നമ്മൾക്ക് ആരാണ് എടുക്കുന്നത് എന്ന് മനസ്സിലാകാത്തൊരു സ്ഥിതിയും വരുന്നുണ്ട്. റീടെൻഡർ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി കഴിയാറുള്ളത് നമ്മൾ നോക്കാം. എന്തായാലും നമ്മുടെ ആഗ്രഹം ഇതാണ്. എന്ത് മറ്റൊന്ന്, NH-ന്റെ കിഴക്ക് ഭാഗങ്ങളുടെ അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹെൽത്ത്, അത് ഹെൽത്ത് ഒന്ന് പരിശോധിക്കാം. ഈ പറഞ്ഞ കൗൺസിലർ പറഞ്ഞിട്ടില്ല, ഒരു പെട്ടിക്കട പിടിച്ച് നടത്തുന്നുണ്ട്, ആടെ മുറിച്ച് കിടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം.